എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധന SIR ഹിയറിംഗ് ഘട്ടത്തിലാണ്. കരട് പട്ടികയിൽ ഉൾപ്പെട്ട 2.54 കോടി പേർക്ക് മാത്രമാണ് ബാധകമാകുന്നത്. 2002 SIR പട്ടികയിൽ ഉൾപ്പെടാത്തതും 2002 പട്ടികയുമായി മാപ്പ് ചെയ്യാൻ കഴിയാത്തവർക്കുമാണ് ഹിയറിംഗിനായി നോട്ടീസ് അയക്കുന്നത്. അതിസങ്കീർണമായ പ്രക്രിയയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാങ്കേതിക പ്രശ്നങ്ങളും വ്യാപകമായതിനാൽ കരട് പട്ടികയിൽ ഉള്ളവർക്കും നോട്ടീസ് വരാമെന്ന സാഹചര്യമാണുള്ളത്. നോട്ടീസ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി BLOയുമായി ബന്ധപ്പെടണം. കരട് പട്ടികയിൽ ആക്ഷേപം ഉണ്ട് എങ്കിൽ 22 വരെ ഇലക്ടറൽ രജിസ്ട്രാർ ഓഫീസർമാർക്ക് അപേക്ഷ നൽകാവുന്നതുമാണ്. നോട്ടീസ് ഹിയറിംഗ് ഘട്ടം ഫെബ്രുവരി 14 വരെയാണ്. ഈ മാസം 22 വരെ മാത്രമാണ് അവകാശവാദങ്ങളും എതിർപ്പും സമർപ്പിക്കാൻ കഴിയുക. അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി 21 പുറത്തിറക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. കരട് പട്ടികയിലുള്ളവർക്ക് മാത്രമാണ് നിലവിൽ SIR പ്രക്രിയ. ഇതിന് പുറത്തുള്ള 18 വയസ്സ് പൂർത്തിയായ എല്ലാവരും പുതുതായി വോട്ട് ചേർക്കണം. ഇതിന് BLOയിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ voters.eci.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. SIR പ്രക്രിയയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഉറപ്പ് തുടർച്ചയായി ലംഘിക്കപ്പെടുന്നു. 2002 വോട്ടർ പട്ടികയിൽ ഉള്ള ആരെയും ഹിയറിംഗിന് വിളിക്കില്ലെന്നായിരുന്നു തുടക്കത്തിൽ നൽകിയിരുന്ന ഉറപ്പ്. ഇത് ലംഘിച്ചു. വ്യാപകമായി നോട്ടീസുകൾ 2002 ലിസ്റ്റിൽ ഉള്ളവർക്കും അയക്കുന്നുണ്ട്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണ് ഒടുവിലായി പരാതി ഉയർന്നത്. കൃത്യമായി എനുമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയ 2002 പട്ടികയിൽ ഉൾപ്പെട്ട 72കാരിക്ക് ഹിയറിംഗിന് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചു. ഇവരുടെ 2 മക്കളിൽ ഒരാൾക്ക് ഹിയറിംഗ് ഒഴിവായപ്പോൾ മറ്റൊരാൾക്ക് നോട്ടീസ് ലഭിച്ചു. എന്നാൽ ഇക്കാര്യത്തിൽ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം പുതുതായി രൂപീകരിച്ച 5000ഓളം ബൂത്തുകളിൽ നിയമിച്ച BLOമാരുടെ പരിജ്ഞാനമില്ലായ്മ പ്രതിസന്ധി ഇരട്ടിയാക്കുന്നുണ്ട്. അതിസങ്കീർണമായിട്ടുള്ള SIR പ്രക്രിയയെക്കുറിച്ച് ഇവർക്ക് പ്രാഥമികമായിട്ടുള്ള വിവരം പോലും ലഭിച്ചിട്ടില്ല. വോട്ടർമാരുടെ പരാതികൾ തീർപ്പാക്കാനോ സാങ്കേതികമായ സംശയങ്ങൾ ദൂരീകരിക്കാനോ BLOമാർക്ക് കഴിയുന്നില്ല. കരട് പട്ടികയ്ക്ക് മുമ്പ് ബൂത്തുകൾ വർദ്ധിപ്പിച്ചിരുന്നു എങ്കിൽ ഇത് ഉണ്ടാകുമായിരുന്നില്ല. ഇത് മാത്രമല്ല, BLO ആപ്പിലും ഇടയ്ക്കിടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് BLO ആപ്പിൽ വരുന്നത്. ഇതുമൂലം BLOമാരും ബുദ്ധിമുട്ടുന്നുണ്ട്. നോട്ടീസ് ലഭിച്ചാൽ ഹിയറിംഗിന് ഹാജരാവാൻ ആരും മറക്കരുത്. എല്ലാവരും ഈ കാര്യം ഗൗരവമായിട്ട് എടുക്കണം. 2026 ഏപ്രിൽ 1 18 വയസ്സ് പൂർത്തിയാകുന്നവർ വീട്ടിൽ ഉണ്ട് എങ്കിൽ കുട്ടികളുടെ വോട്ട് ചേർക്കാൻ മറക്കരുത്. ഓരോ ദിവസം കഴിയും തോറും തിരക്ക് കൂടി വരികയാണ്. സൈറ്റ് ഇപ്പോൾ തന്നെ ബ്ലോക്ക് ആവുന്ന അവസ്ഥയുണ്ട്. രക്ഷിതാക്കൾ ഇക്കാര്യത്തിൽ ശ്രദ്ധ വേണം. നമ്മുടെ പൗരത്വത്തിന്റെ വിഷയമാണ്, വെറും വോട്ടിന്റെ കാര്യമല്ല. പലപ്പോഴായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് മാക്സിമം ആളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ.